രാഷ്ട്രീയ ടോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവിടെ പല പല ആരോപണങ്ങളും കാര്യങ്ങളുമായിട്ട് പലരും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കണക്ക് ഒരാളുടെ മോശ സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരാളെ കുറ്റം പറയണമെന്ന് തോന്നുന്ന സമയത്ത് ഇപ്പം ഏതവന് വേണമെങ്കിലും കയറി പറയാം. അതായത് ഏത് ഞാഞ്ഞൂലിനും തലമുക്കാം എന്നുള്ള ഒരു സമയം ഇത്. ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇപ്പം തിലകൻ അന്തരിച്ചു പോയ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നടൻ തിലകനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഒരാൾ ഇപ്പം എവിടുന്നോ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ട് തിലകൻ പറഞ്ഞിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടിരിക്കുന്ന ആള് തിലകനെ കൂടുതൽ ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. അതായത് പറയാതെ പറയുന്നത് അവിടെയും ഈ പറയുന്ന കണക്ക് മാന്യമായിട്ട് മര്യാദയ്ക്ക് ആരെ ഉപദ്രവിക്കാതെ ഒരുപാട് പേരെ സഹായിച്ച് ഒരുപാട് നമ്മൾ പറയുന്ന ടെലിവിഷൻ സ്ക്രീനിൽ ഒരുപാട് നടന്മാരെ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് അസോസിയേറ്റ് ഡയറക്ടർമാരാക്കി മാറ്റിയിട്ടുള്ള എല്ലാ രീതിയിലും ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അവിടെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇടുന്നുണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുക, ഉടനെ അതിന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് ചേർത്ത് ആദ്യം ഒരു പോസ്റ്റിൻ്റെ രൂപത്തിൽ ഒരു പോസ്റ്റ് ഇടുക, പിന്നീട് അതൊരു വാർത്താ രൂപത്തിൽ ചെയ്യുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മമ്മൂക്കയെക്കുറിച്ച് ആണ് ഇപ്പോൾ പുതിയൊരു ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതായത് തിലകനെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക സഹായിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിലകനെ ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ തിലകനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ ഇപ്പോൾ പറയാതെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം എന്തായാലും സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ ഒരു പ്രതികരണമാണിത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എസ്.എൻ. സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അമ്മ സംഘടനയുമായിട്ട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് തിലകന് നിലനിൽക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ആ സംഘടനയായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലത്ത് ഇപ്പം നേരറിയാൻ CBI എന്ന് പറയുന്ന സിനിമയിൽ കാപ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തിലകൻ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ചത് മമ്മൂക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എസ്.എൻ. സ്വാമിയും കെ മധുവും മമ്മൂക്കയോട് തന്നെ ചോദിച്ചെന്ന് പറയുന്നത് ഇപ്പം സംഘടനയായിട്ട് തിലകൻ പ്രശ്നത്തിൽ നിൽക്കുമ്പം തിലകനെ ആ സിനിമയിൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് പ്രശ്നം ഉണ്ടായില്ലേ എന്ന്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞത് നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നാണ് പറഞ്ഞത് എന്ന് എസ്.എൻ. സ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ്.എൻ. സ്വാമി പറഞ്ഞ വാക്കിപ്പോൾ പറയുമ്പം അതിൻ്റെ താഴെ കൊണ്ടുവന്ന് മമ്മൂക്കയെ വെള്ള പൂശാനാണ്, മമ്മൂക്കയെ വൈറ്റ് വാഷ് ചെയ്യാനാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എസ്.എൻ. സ്വാമി പറഞ്ഞതൊന്നും എടുക്കരുത്. ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ എവിടെങ്കിലും ഇരുന്നുണ്ടെന്തെങ്കിലും പറയുന്നത് മാത്രമേ നിങ്ങൾ കണക്കാക്കാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പം നേരറിയാൻ CBI എന്ന് പറയുന്ന സിനിമയിലേക്ക് തിലകനെ കൊണ്ടുവന്നു. 2009 മമ്മൂക്ക നായകനായിട്ടുള്ള പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഇതേ തിലകൻ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ. തൊട്ടടുത്ത വർഷം 2010 മമ്മൂക്കയുടെ ദ്രോണ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് തിലകൻ കൈകാര്യം ചെയ്തത്. അപ്പം 2005 ഈ പറഞ്ഞ കണക്ക് 2005, 2006 കാലഘട്ടത്തിൽ ഇറങ്ങിയ നേരറിയാൻ CBI ആണെങ്കിലും ശരി, അതിനുശേഷം 2009 പഴശ്ശിരാജ ആണെങ്കിലും ശരി, 2010 ദ്രോണയാണെങ്കിലും ശരി, ഇതിനകത്തൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ പുതിയൊരു ആരോപണം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ മകനെ ഒരു വലിയ നടനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഹോട്ടലിലോട്ട് എല്ലാ പരിഭവങ്ങളും മാറ്റിവെച്ച് മമ്മൂക്ക ക്ഷണിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതിപ്പം ദുൽഖറിനെ വലിയ നടനാക്കാൻ വേണ്ടി തിലകൻ തന്നെ വരണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇവിടില്ല. പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള റോള് അല്ലെങ്കിൽ അൻവർ റഷീദിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു റോള് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തിലകനെ ആ റോളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം 2009 2010 ഒക്കെ മമ്മൂക്കയുടെ പഴശ്ശിരാജയ്ക്കകത്തും ദ്രോണയ്ക്കകത്തും അഭിനയിച്ച ആളാണ് 2012 ദുൽഖറിൻ്റെ കൂടെ സിനിമ ചെയ്യുന്നത്. അതായത് ദുൽഖറിൻ്റെ കൂടെ ഈ ഉസ്താദ് ഹോട്ടലിൽ ചെയ്യുന്നതിന് 2 വർഷം മുമ്പും ദ്രോണ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് നിൽക്കുന്ന ആളിനെ ഒതുക്കി കളയാൻ വേണ്ടി മമ്മൂക്ക ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ പഴശ്ശിരാജയ്ക്കകത്തോ ദ്രോണയ്ക്കകത്തോ തിലകനൊരു റോൾ ഉണ്ടാവുമായിരുന്നു? ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് സഹായിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് എല്ലാം വിളിച്ചഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ വളച്ചൊടിച്ചിട്ട് മമ്മൂക്ക എങ്ങനെയെങ്കിലും 2 ചീത്ത പറയണം, ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വിമർശിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം എന്നുള്ള ചിലരുടെ ഇതിൽ കവിഞ്ഞൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. അപ്പം നമുക്കറിയാം, ഇപ്പം 2 വർഷം മുമ്പ് ചെയ്തെന്ന് ചോദിക്കും എന്താണ് എല്ലാ വർഷവും ചെയ്യാത്തതെന്ന്. ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്കയും വിജയരാഘവനോട് ഇരിക്കുമ്പോൾ അവർ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കളുമാണ്. അപ്പോൾ സംസാരിച്ചപ്പോഴാണ് പറയുന്നത് അവർ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ച് ചെയ്തിട്ട് 10-20 വർഷമായി. അപ്പം സൗഹൃദം ഇല്ലാഞ്ഞിട്ടല്ല, സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയ്ക്കകത്തും എല്ലാവരെയും വിളിച്ചഭിനയിപ്പിക്കുന്ന കാര്യം നടക്കത്തില്ല. അങ്ങനെ ചില നടന്മാരെ അങ്ങനെ അഭിനയിപ്പിക്കുന്നുണ്ടാകാം. ഇപ്പോൾ സിദ്ദിഖിനെ പോലുള്ള ആൾക്കാരെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെ ഒക്കെ സിനിമയ്ക്കകത്ത് കൂടുതൽ സഹകരിപ്പിക്കുന്നുണ്ടാവാം. അത് സിദ്ദിഖിന് പറ്റുന്ന റോൾ വരുമ്പം അല്ലെങ്കിൽ സിദ്ദിഖുമായിട്ട് നിരന്തരം ചിലപ്പോൾ ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള നടന്മാരെ എല്ലാം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമയ്ക്കകത്ത് നിരന്തരം വിളിച്ച് അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല.
അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയായിട്ട് നിരന്തരം തുടരെ അഭിനയിച്ച് നിൽക്കുന്ന തിലകനാണ് 2012 ഉസ്താദ് ഹോട്ടലിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു സെപ്റ്റംബർ മാസത്തിലോ മറ്റോ ആണ് 2012 തന്നെ അദ്ദേഹം തിലകൻ അന്തരിച്ചത്. അപ്പോൾ തിലകൻ അന്തരിക്കുന്നതിന് തൊട്ട് മുമ്പ് മമ്മൂക്കയുടെ മകൻ എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ സിനിമയ്ക്കകത്തും അതിന് 2 വർഷം മുമ്പും മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇതിനെയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ഷമ്മി തിലകൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ഷമ്മി തിലകൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയും തിലകനും തമ്മിൽ. അപ്പൊ നമുക്കതൊന്ന് കേട്ട് നോക്കാം കാര്യം എന്താണ്. പക്ഷെ അതിനു മുമ്പ് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനാണെങ്കിൽ ഷമ്മി തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും മമ്മൂക്കയും തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അച്ഛൻ, അത് തിലകൻ എന്ന് പറയുന്നത് സെറ്റിലിരുന്ന് മദ്യപിക്കുന്നുണ്ട്. അത്തരത്തിൽ സെറ്റിലിരുന്ന് മദ്യപിക്കുന്നതിനെ മമ്മൂക്കയ്ക്ക് ഇഷ്ടമല്ല, അദ്ദേഹം അതിനെ എതിർക്കും എന്ന് ഉള്ള രീതിയിൽ ഷമ്മി തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷമ്മി തിലകൻ തന്നെ പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരാൾ ചെയ്യുന്നു. ഇപ്പൊ എൻ്റെ അച്ഛൻ ചില സമയത്ത് ലൊക്കേഷനിലിരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യും, അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാകുന്ന ക്ലാഷാണ്. അതായത് കൂടുതലും ഈ ചെറിയ 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 വിഷയങ്ങളിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത്. അല്ലാതെ വലിയ കാതലായ വിഷയങ്ങളിൽ എന്താണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന വാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് എന്താണ്, രണ്ടുപേരുടെ ഉള്ളിൽ ഈ കുട്ടിത്വം മാറാത്ത രണ്ടുപേരായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്. ഇനി ഷമ്മി തിലകൻ പറയുന്നതും അംഗീകരിക്കത്തില്ല, എസ് എൻ സ്വാമി പറയുന്നതും അംഗീകരിക്കത്തില്ല, ഇവർ ആര് പറയുന്നതും അംഗീകരിക്കത്തില്ല. എങ്ങനെങ്കിലും വളച്ചൊടിച്ച് മമ്മൂക്കെ 2 ചീത്ത കേൾപ്പിച്ച് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് സന്തോഷം കിട്ടുന്നെന്നുള്ള രീതിയിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ സന്തോഷിച്ചോട്ടെ. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണ്, മമ്മൂക്ക ആരെ ഒഴിവാക്കി ശ്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് തിലകനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ ഒരു ന്യൂസിന്റെ ലിങ്ക് വരെ നമ്മുടെ എല്ലാവരുടെയും കൈവശമുണ്ട്. ഒരു ചിത്രത്തിലേക്ക് തിലകനെ കാസ്റ്റ് ചെയ്തപ്പം തിലകനെ ഒഴിവാക്കിയിട്ട് നെടുമുടി വേണുവിനെ ആ റോളിലേക്ക് വെക്കണമെന്ന് പറയുകയും സംവിധായകൻ പറ്റില്ല, നെടുമുടി വേണുവിന് ആ സിനിമയ്ക്കകത്ത് മറ്റൊരു റോള് കൊടുത്തിട്ടുണ്ട്, ഈ റോള് തിലകൻ തന്നെ ചെയ്യുമെന്ന് ഒരു നായക നടനോട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നായക നടനോട് ആ ചിത്രത്തിന്റെ സംവിധായകൻ പറഞ്ഞെന്നുള്ള വാർത്തയുണ്ട്. എന്തായാലും ആ ചിത്രത്തിലെ നായക നടൻ മമ്മൂക്കയല്ല. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അതിന് വെറുതെ മമ്മൂക്കയെ വലിച്ചഴച്ച് അദ്ദേഹത്തിനെ അവമാനിക്കാൻ വേണ്ടി നിൽക്കേണ്ട. അദ്ദേഹത്തിന്റെ പാട്ടിന് വിട്ടേരെ, അദ്ദേഹം സിനിമയായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു.